ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾ ബംഗ്ലാദേശിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി ഇടക്കാല ഭരണത്തലവൻ മുഹമ്മദ് യൂനിസ്. അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാണ് ബംഗ്ലാദേശിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത്. പാകിസ്ഥാൻ സൈനിക ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് നൽകിയ ഉപഹാരത്തിലാണ് പ്രകോപനപരമായ നീക്കം. പാക് ജനറലിന്റെ ധാക്ക സന്ദർശനത്തിനിടെയാണ് സംഭവം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഭൂപടം തീർത്തും പ്രകോപനപരമായ നടപടി തന്നെയാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചതല്ലേ? യൂനിസിനെ അക്കാര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം യൂനിസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇസ്ലാമിക ഭീകര സംഘങ്ങളെ തൃപ്തിപ്പെടുത്തി നിർത്തണം. അത് അയാളുടെ സ്ഥാനം സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണ്. കാരണം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന പേരിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി വിശാലമായ ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നത് അവിടുത്തെ ഭീകര സംഘടനകളാണ്, മുസ്ലിം ഭീകര സംഘടനകളാണ്. രണ്ടാമത്തേത്, പാക് സൈന്യത്തിന്റെ ഒരു ജനറൽ അവിടെ സന്ദർശിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും തന്റെ അധികാരം നിലനിർത്താൻ മുഹമ്മദ് യൂനിസിന് കൂടിയേ തീരൂ. ഈ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ മുഹമ്മദ് യൂനിസ് കാട്ടിക്കൂട്ടിയ കാര്യം എന്ന രീതിയിൽ അതിനെ നിലവിൽ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ഇന്ത്യയുടെ കരുത്തിന്റെ സാഹചര്യത്തിൽ അതിനുണ്ട് എന്ന് തോന്നുന്നുമില്ല. പക്ഷേ അയാൾ ചെയ്തത് അങ്ങേയറ്റം പ്രകോപനകരമായ കാര്യമാണ് എന്നതിൽ സംശയമില്ല. നോർത്ത് ഈസ്റ്റ്, അസം ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ മുഴുവൻ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി ചിത്രീകരിച്ച ഭൂപടം അത് പാകിസ്ഥാന്റെ ഒരു ജനറലിന് കൈമാറുന്നു. ധാക്കയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് അത് കൈമാറിയത്. അതിന് പിന്നിൽ കൃത്യമായ രീതിയിൽ പ്രകോപനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ പ്രതികരണം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധികാരമേറ്റതിന് ശേഷം തുടർച്ചയായി മുഹമ്മദ് യൂനിസ് പ്രകോപനകരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.